പാക് വെടിനിർത്തൽ അമേരിക്കയുടെ ഇടപെടലിലൂടെ എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നതിനെതിരെ കോൺഗ്രസ് 21 ദിവസത്തിനിടെ 11 തവണയാണ് മോദിയുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ട്രംപ് US ഇടപെടൽ ഉണ്ടായി എന്ന് അവകാശപ്പെട്ടതെന്ന് ജയറാം രമേശ് പറഞ്ഞു. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ഇപ്പോഴും മൗനം തുടരുകയാണെന്നും ജയറാം രമേശ് കുറ്റപ്പെടുത്തി. 3 രാജ്യങ്ങളിലായി 3 നഗരങ്ങളിൽ 21 ദിവസത്തിനുള്ളിൽ 11 തവണയാണ് നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡൊണാൾഡ് ട്രംപ് നിരന്തരമായി പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിൽ US ഇടപെടൽ ഉണ്ടായതായി അവകാശപ്പെടുന്നതെന്ന് ജയറാം രമേശ്. ഇപ്പോഴും പ്രധാനമന്ത്രി മൗനം തുടരുകയാണ്. എപ്പോഴും അദ്ദേഹം പാലിക്കുന്നത് ഈ മൗനമാണെന്നും ജയറാം രമേശ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയും പാകിസ്ഥാനെയും യുദ്ധത്തിലേക്ക് നയിക്കാതെ തടഞ്ഞത് അമേരിക്കയാണെന്ന വാദം ട്രംപ് വീണ്ടും ഉയർത്തിയിരുന്നു. ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ഞങ്ങൾ ഇടപെടുന്നു എന്നതാണ് എനിക്ക് ഏറ്റവും അഭിമാനകരമായ കരാറ്. വെടിയുണ്ടകളിലൂടെയല്ല, വ്യാപാരത്തിലൂടെ ഒരു ആണവ യുദ്ധം തടയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുവെന്നാണ് ട്രംപ് പറഞ്ഞത്. മെയ് 23-ന് ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും ട്രംപിന്റെ വാണിജ്യ സെക്രട്ടറി ഇതേ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്നും ജയറാം രമേശ് ആരോപിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ സാധ്യമായത് പ്രസിഡന്റ് ഇടപെട്ട് ഇരു രാജ്യങ്ങൾക്കും US-ഉമായി വ്യാപാര ബന്ധത്തിന് അനുമതി നൽകിയതുകൊണ്ട് മാത്രമാണെന്ന് ഹൊവാർഡ് ലുട്നിക് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. അതുവഴി ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുമായിരുന്ന യുദ്ധം ഒഴിവാക്കാനായി എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഇതാദ്യമായല്ല ജയറാം രമേശ് മോദിയുടെ മൗനത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം രൂക്ഷമായിരിക്കെ മെയ് 10-നാണ് വെടിനിർത്തൽ നിലവിൽ വന്നത്. 2 രാജ്യങ്ങളിലെയും DGMമാർ തമ്മിലുള്ള ചർച്ചകൾക്ക് ഒടുവിലാണ് ഇത് സംബന്ധിച്ച തീരുമാനത്തിലെത്തിയതെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. 3ാം കക്ഷി ഇടപെടലും കേന്ദ്രം തള്ളിയിരുന്നു. പക്ഷേ ഇടപെടൽ ഉണ്ടായി എന്ന തരത്തിലുള്ള ട്രംപിന്റെ പ്രസ്താവനകൾ തുടരുകയാണ്. ന്യൂസ് മലയാളം, ന്യൂസ് ഡെസ്ക്.